എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരം 10. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് ഷഷ്ടിയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം ഒക്കെ കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഷഷ്ടി വ്രതം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെയധികം നല്ല ഫലം കൊടുക്കുന്ന ഒരു വ്രതമാണ്. സന്താനങ്ങളുടെ ഉന്നമനത്തിനും അതേപോലെ പങ്കാളിയുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള വളരെ നല്ല ഒരു ആചാരവും വ്രതവുമാണ് ഷഷ്ടി വ്രതം. ആചാരമനുസരിച്ച് ഷഷ്ടി നോക്കേണ്ടതാണ്. ഷഷ്ടിയുടെ ഗുണഫലങ്ങൾ ലഭിക്കും. അപ്പോൾ ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസം ശാസ്താവിനെയും സുബ്രഹ്മണ്യ സ്വാമിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനകളിൽ മുഴുകുക. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് പതുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പതിവുള്ള ആഹാര രീതികളോ അല്ലെങ്കിൽ ഔഷധ രീതികളോ ഒക്കെ മാറ്റേണ്ടതായിട്ട് നിർദ്ദേശം വന്നേക്കാം. ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങളിൽ ഒപ്പുവയ്ക്കുവാനും വാഹനാദികൾ വാങ്ങുവാനും ഗ്രഹം ഓടി പിടിപ്പിക്കാനുമൊക്കെ അവസരം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. അപമാനങ്ങളിൽ നിന്നും അപവാദങ്ങളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുന്ന ദിവസമാണ്. ചില വ്യക്തികൾക്ക്, അതായത് കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ ചില കേസുകൾ മുഖേന കുറച്ച് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടതായും വിഷമതകൾ ഉണ്ടാകുന്നതായും കാണുന്നു. ആത്മസംയമനം എല്ലാത്തിനും ഒരു നല്ല വിധിയാണ്. ആരോടും കയർക്കാതെയും ആരോടും പ്രശ്നങ്ങളുണ്ടാക്കാതെയും ഒക്കെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നേക്കാം. പ്രത്യേകിച്ച് വിവാഹാധികാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഉതകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വിദേശ ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിലുണ്ടായിരുന്ന ആശങ്കകൾക്കെല്ലാം പരിഹാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് നല്ല ഒരു ജീവിതമോ അല്ലെങ്കിൽ വിവാഹമോ നല്ലതായ ഏതെങ്കിലും കാര്യങ്ങളോ വരുന്നത് കണ്ട് വളരെയധികം സമാധാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. സഹായഹസ്തങ്ങൾ നീണ്ടുവരുന്ന ഒരു ദിവസമാണ് ഇന്ന്. കലാകാരന്മാർക്കും അതേപോലെ സാഹിത്യകാരന്മാർക്കും എഴുത്തുകാർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടുവാനും സന്തോഷവും സമാധാനവും ഒക്കെ പങ്കുവയ്ക്കുവാനുമൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ നിയമപരമായ ജോലികൾ ചെയ്യുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. നിയമപാലകർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് ഫലങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചില ചർച്ചകളും അനുകൂലമായി വരുവാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഏറ്റവും ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർദം, മുക്കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വെച്ചാൽ വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പുതിയ ജോലി ലഭിക്കാനായിട്ട് അന്വേഷിക്കുന്ന, പ്രൈവറ്റ് മേഖലയിൽ അന്വേഷിക്കുന്നവർക്ക് ഇന്ന് ജോലി സാധ്യതയ്ക്കുള്ള സൂചന ലഭിക്കുന്ന സന്ദേശങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. ഇന്ന് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. പുതിയ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ ഉല്ലാസയാത്രയ്ക്ക് പോകുവാനോ കുടുംബവുമൊത്ത് സന്തോഷങ്ങൾ പങ്കിടുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ മുതിർന്ന ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മൂലം മനക്ലേശത്തിനും ധനച്ചെലവിനും സാധ്യത കാണുന്നു. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ശമനം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ വരുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. യുവാക്കൾക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസമായിരിക്കും ഇന്ന്.
കാരണം അവർക്ക് ഏറ്റവും അധികം അനുയോജ്യമായ ജോലിയോ അല്ലെങ്കിൽ പഠന വിഷയമോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ അവർക്കുണ്ടായിരുന്ന ചില സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മാതാപിതാക്കൾ മൂലം പരിഹാരം കണ്ടെത്താനുമൊക്കെ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഹെൽമറ്റ് ധരിക്കുന്നതിലും അതേപോലെ ബെൽറ്റ് ഇടുന്നതിലും ഒട്ടും തന്നെ വീഴ്ച വരുത്താൻ പാടില്ല. സ്വയം മറന്ന് അമിതമായ വേഗതയിൽ വാഹനം ഓടിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഉപേക്ഷിക്കേണ്ടതാണ്. എന്നും അത് ഉപേക്ഷിക്കേണ്ടതാണ്, എങ്കിലും ഇന്ന് പ്രത്യേകിച്ചും. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആകാംക്ഷയ്ക്കൊക്കെ അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകുവാനും പരിശ്രമിക്കുന്ന ചികിത്സയൊക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ അനുഭവമാണ് ഉണ്ടാവുക. വിവാഹാദി കാര്യങ്ങൾക്ക് ആലോചിക്കുന്നവർക്ക്, പ്രണയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം ആശ്വാസകരമായ മറുപടി ലഭിക്കുന്ന അല്ലെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില മനക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. ഇഷ്ടജനങ്ങളുമായി സംസർഗം ഉണ്ടാകുവാനും അല്ലെങ്കിൽ അവരുമായി കൂടിയാലോചിച്ച് പല പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. അനുസരണക്കേട് മൂലം ചില ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് യുവതികളൊക്കെ ശ്രദ്ധിക്കുക. മാതാപിതാക്കളോ മുതിർന്നവരോ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. ദൂഷിത വലയത്തിൽപ്പെടാൻ സാധ്യത ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. കൂട്ടുകെട്ടുകൾക്കൊന്നും പോകാതെ സ്വന്തമായി ഒരു തീരുമാനമെടുത്ത് ഒതുങ്ങിക്കൂടുക. ഈശ്വര പ്രാർത്ഥനയാണ് അത്യാവശ്യമായിട്ട് ഇന്ന് വേണ്ടത്. അതുപോലെ തന്നെ ഭക്തി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ ചെറിയ ചില ഒടിവ്, ചതവ്, മുറിവൊക്കെ ഏൽക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗ്രഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കായികമായ ജോലികൾ ചെയ്യുന്നവർക്കും സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്നവർക്കുമൊക്കെയാണ് അപകട സാധ്യത കാണുന്നത്. വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ആരോഗ്യപ്രദമായ കാര്യങ്ങളിൽ വ്യാപരിക്കാനും അതുപോലെ പുതിയതായ ചികിത്സാ രീതികൾ ലഭിക്കുവാനുമൊക്കെയുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയുടെ മനസ്സമാധാനവും ആശ്വാസവും ആരോഗ്യവും ഒക്കെ പരിഗണിച്ച് സമാധാനം ഉണ്ടാകുവാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ ആശുപത്രി ചിലവ് ഉണ്ടാകുന്നൊരു ദിവസമാണ്. സ്വന്തക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ചില അപകടങ്ങളൊക്കെ സംഭവിക്കുവാനും അതുമൂലം മനക്ലേശം ഉണ്ടാകുവാനും അനുഭവം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം കച്ചവടത്തിൽ വളരെയധികം ലാഭം കിട്ടുന്ന ദിവസമാണ്. വിവാഹാധികാരികൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ ഉണ്ടാകുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയില്ല. ചില വീഴ്ചകൾ സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പതനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള പതനമോ വീഴ്ചയോ ആവാം. അതുപോലെ ഉറ്റവരെ സഹായിക്കാനായിട്ട് ഒരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടുന്നത് മൂലം സംശയത്തിന് വിധേയരാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അനിവാര്യമായ വിഷയം. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. പങ്കാളിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു സാഹചര്യം ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ട അത്യാവശ്യമാണ്. അനാവശ്യമായ ചിന്തകളും മനപ്രയാസങ്ങളും ഒഴിവാക്കി ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉറ്റവരിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് മൂലം മാനസിക പ്രയാസം അനുഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ വരുവാനും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വരുവാനുമൊക്കെ സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക്
ചില മാനസിക ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുവാനും ഉറ്റവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനുമൊക്കെ സാധ്യത കാണുന്നു. ആത്മസംയമനം പാലിക്കുക, വാക്കുകൾ നിയന്ത്രിക്കുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഗുണകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും അത് വളരെ അനുകൂലമായി വരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചന ലഭിക്കുന്ന ഒരു ദിവസമാണ്. ജോലി മാറ്റത്തിന് അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നൊരു ദിവസമാണ്. ദീർഘയാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശീയരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് ധനം ലഭിക്കുന്ന ദിവസമാണ്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമാണ്. വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് യാത്ര വളരെ അനുകൂലമായി കാണുന്നു. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ഉത്തമരായ പങ്കാളികളെയോ അല്ലെങ്കിൽ ഉത്തമരായ സഹവർത്തികളെയോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. എന്നാൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. വൃദ്ധജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യപരമായ ചില മാറ്റങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ബ്യൂട്ടീഷ്യൻ മേഖലയിലോ അല്ലെങ്കിൽ കല്യാണം ഒരുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവർക്കോ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നവർക്കോ ഒക്കെ ഇന്ന് വളരെയധികം പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. വിമർശനങ്ങൾക്കും പരാതികൾക്കുമൊക്കെ പാത്രീഭവിക്കേണ്ട ഒരു ദിവസമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. തിരക്കേറിയ സന്ദർഭങ്ങളിൽ ഈശ്വരാധീനം കുറയുന്നതായി കാണുന്നു. തിരക്കുകൾ മാറ്റിവെച്ച് 10 മിനിറ്റ് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ചർച്ചകളും മറ്റും വളരെയധികം ഗുണകരമായി ഭവിച്ചേക്കാം. ആരോഗ്യകാര്യത്തിലും കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. ആരോഗ്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. മാനസികാരോഗ്യത്തിനും മാറ്റം വരുന്ന ദിവസമാണ്. എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കടം കൊടുക്കുവാനോ വാങ്ങുവാനോ ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ അനുകൂലമായിരിക്കുകയില്ല. വിൽക്കാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്ന വസ്തുക്കളിൽ തീരുമാനമെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല. വിദേശികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പ്രതികൂലമായ സാഹചര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് അത് അധികരിക്കുവാനും ചികിത്സാ രീതികൾ തേടുവാനുമൊക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്നതായി കാണുന്നു. അത് പ്രത്യേകിച്ച് അവിട്ടം നക്ഷത്രക്കാർക്കാണ് അപ്രകാരം ഒരു അനുഭവം ഉണ്ടാവുക. ഈശ്വര പ്രാർത്ഥനയുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ദീർഘായുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കുമെന്ന് സമാധാനത്തിൽ ഇരിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇന്ന് വിശ്രമിക്കുവാൻ, വളരെ നാളുകൾക്ക് ശേഷം വിശ്രമിക്കുവാൻ കിട്ടുന്ന ഒരവസരമാണ് ഇന്നുള്ളത്. വിശ്രമ ജീവിതത്തിലിരിക്കുന്നവർക്ക് ആശ്വാസകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ബന്ധുക്കളുമായി കലഹിച്ചിരിക്കുന്നവർക്ക് അവരുമായി കൂടിച്ചേരുവാനും വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെയായി കൂട്ടിച്ചേർന്ന് നല്ല കാര്യങ്ങൾ തീരുമാനിക്കുവാനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ മേഖലകൾ പിടിച്ചടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ശ്രവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കുമെന്ന്. പുതിയ ഏതെങ്കിലും സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ മേഖലയിലോ ആരോഗ്യ മേഖലയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ
നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.